ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BPT കോഴ്സിനെ കുറിച്ചിട്ടാണ്. BPT എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയും. ഒരു 4.5 years ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമാണ് BPT എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സ് പോലെ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഒരു കോഴ്സ് അല്ല ഫിസിയോ എന്ന് പറയുന്നത്. ഇവർക്കൊരു ഇൻഡിപെൻഡൻറ്റ് കരിയറാണ്, പ്രാക്ടീസിങ് കരിയറാണ്. പ്രാക്ടീസിങ് കരിയർ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ഇപ്പോൾ MBBS പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ സ്കില്ലും അവരുടെ എക്സ്പീരിയൻസും അവരുടെ പൊട്ടൻഷ്യലും അവരുടെ ഹയർ എഡ്യൂക്കേഷൻ നോളജും വെച്ചിട്ടാണ് അവർ നല്ല ഡോക്ടേഴ്സ് നമ്മുടെ സമൂഹത്തിലാവുന്നത്. അതേപോലെ തന്നെയാണ് ഫിസിയോതെറാപ്പിയുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിലും, അതായത് നീറ്റ് എഴുതാതെ നമുക്കൊരു ഡോക്ടർ പോലെ തന്നെ ചികിത്സ നടത്താൻ പറ്റുന്ന ഒരു കോഴ്സ്, ഇൻഡിപെൻഡൻറ്റ് കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അതായത് MBBS ഡോക്ടേഴ്സിനെ പോലെ തന്നെ സ്കില്ലും എക്സ്പീരിയൻസും പൊട്ടൻഷ്യലും ഹയർ എഡ്യൂക്കേഷനും എത്രത്തോളം ഡെവലപ്പ് ആവുന്നോ അത്രത്തോളം നോളജും കാര്യങ്ങളൊക്കെ ഉള്ള സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അത്രത്തോളം വാല്യൂ ഉള്ളത്. അതേപോലെ തന്നെയാണ് ഫിസിയോതെറാപ്പിയും. എത്രത്തോളം ഫിസിയോതെറാപ്പി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഫിസിയോ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞ കുട്ടിക്ക് എത്രത്തോളം സ്കില്ലുണ്ട്, എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവരെവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇവർ ഏത് മേഖലയിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഒക്കെ ആസ്പദമായിട്ടായിരിക്കും ഇവർക്കുള്ള ജോബ് വേക്കൻസി വരിക. ഫിസിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഏതൊരാളാണെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ഫിസിയോയിലൂടെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷനാണ് ഇന്നുള്ളത്. കാരണം പണ്ടത്തെ പോലെയല്ല, ഇന്ന് എക്സസൈസിലൂടെയും അതുപോലെ തന്നെ ഇലക്ട്രോ തെറാപ്പിയിലൂടെയും മാനുവൽ തെറാപ്പിയിലൂടെയും നമ്മുടെ ബോഡിയിൽ മരുന്നും അതുപോലെ തന്നെ സർജറിയും ഇല്ലാതെ നമുക്ക് ചികിത്സ നടത്താൻ പറ്റുന്ന രീതിയാണ് ഫിസിയോതെറാപ്പിയുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. അതായത് മെഡിസിൻസ് ഉണ്ടാവില്ല, സർജറി ഉണ്ടാവത്തില്ല. മെഡിസിൻസും സർജറി ഇല്ലാതെ ഒരു പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ അവരുടെ അസുഖം റീഹാബിലിറ്റേറ്റ് ചെയ്ത് പഴയ സ്ഥിതിയിലോട്ട് കൊണ്ടുവരുന്ന പ്രോസസ്സ് ചെയ്യുന്നവരാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി ഇപ്പോൾ ബയോളജിക്കലി മൂവ്മെൻറ്റ്സിന് എന്തെങ്കിലും റിസ്ട്രിക്ഷൻസ് സംഭവിക്കുന്ന പേഷ്യൻസ് ആണ്. ഇപ്പോൾ മൂവ്മെൻറ്റ്സിന് റിസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകാലുകളും കഴുത്തും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻറ്റുകളൊക്കെ നമുക്ക് അനക്കാനും മൂവ്മെൻറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ടൈം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും രീതിയിൽ ഇതിന് റിസ്ട്രിക്ഷൻ, അതായത് ഇപ്പോൾ കൈ ഒടിഞ്ഞു പോയി, പ്ലാസ്റ്റർ ഇട്ടു, ആ കൈ നമ്മൾ ഒരു 3 മാസമോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ലിമിറ്റഡ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ആ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒടിയാത്ത കൈയിൻ്റെ അത്രത്തോളം സ്ട്രെങ്തോ കാര്യങ്ങളോ ഒന്നും ഈ ഒടിഞ്ഞ കൈയിന് ഉണ്ടാവില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഇവർ പോകുന്നത് ഒരു ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പിയുടെ അടുത്തായിരിക്കും. അവരാണ് ഇവർക്ക് വേണ്ട എക്സസൈസുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരുടെ മൂവ്മെൻറ്റ്സിൻ്റെ നിലവിലുള്ള റിസ്ട്രിക്ഷൻ ബാക്ക് ടു നോർമലിലോട്ട് കൊണ്ടുവരുന്നത്. ഇതേപോലെ എല്ലാ മേഖലയിലും ഇപ്പോൾ കുട്ടികളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രെറ്റിക്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഫിസിയോതെറാപ്പി ഉണ്ട്, ജീരിയാറ്റിക് ഫിസിയോതെറാപ്പി, അതായത് ഓൾഡ് അഡൾട്ടുകളായിട്ടുള്ള ആൾക്കാരെ ചികിത്സിക്കുന്നതാണ് ജീരിയാറ്റിക് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ജനറൽ ഫിസിയോതെറാപ്പി ഉണ്ട്, സ്പോർട്സ് ഫിസിയോതെറാപ്പി ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ISL ആണ്, ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണെന്നുണ്ടെങ്കിൽ, ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഹോക്കി ആണെന്നുണ്ടെങ്കിലും ഏത് സ്പോർട്സ് ടീം, നാഷണൽ ആണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ലോക്കൽ ആണെന്നുണ്ടെങ്കിലും ഫിസിയോതെറാപ്പി, ഏതൊരു സ്പോർട്സ് പേഴ്സണും ഫിസിയോതെറാപ്പിയിലൂടെ ജീവിതം ഒരു വട്ടെങ്കിലും കടന്നു പോകുമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷനിലൊക്കെ ഒരാളുടെ റീഹാബിലിറ്റേറ്റ്, എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അയാളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് റീഹാബിലിറ്റേറ്റ് ചെയ്ത് ബാക്ക് ടു റീഹാബിലിറ്റേഷൻ കൊടുക്കുന്ന പ്രോസസ്സാണ്. അതായത് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സ് ചെയ്യുന്നവരാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അത്രത്തോളം ജോബ് വാക്കൻസി ഉള്ള, അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട് ഫിസിയോതെറാപ്പി. കാരണം 4.5 വർഷത്തെ കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. സിലബസിലോട്ട് വരുന്ന സമയത്ത് ഇതിൽ ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, ഇലക്ട്രോ തെറാപ്പി, എക്സസൈസ് തെറാപ്പി, ഫാർമക്കോളജിയുടെ ബേസിക് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ ജനറൽ മെഡിസിൻ, ഫിസിയോതെറാപ്പിയിലെ ജനറൽ മെഡിസിനും ഫിസിയോതെറാപ്പിയിലെ ജനറൽ സർജറി പഠിക്കാനുണ്ടാവും. കാർഡിയാക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും, കമ്മ്യൂണിറ്റി മെഡിസിൻ, ന്യൂറോളജി, ന്യൂറോ സർജറി, ഓർത്തോപീഡിക്, സ്പോർട്സ് പോലുള്ള എല്ലാ മേഖലയെ കുറിച്ചിട്ടും ഫിസിയോതെറാപ്പിക്ക് പഠിക്കാണ്ട്. അതായത് ഒരു MBBS ഡോക്ടേഴ്സ് പഠിക്കുന്ന അത്രത്തോളം ഇല്ലെങ്കിലും ഒരു BSc നഴ്സിംഗ് പഠിക്കുന്ന ആ ഒരു ലെവലിൽ ഏകദേശം വരുന്ന ഒരു സിലബസ് തന്നെയാണ് ഫിസിയോക്കും വരുന്നത്. നമുക്ക് ഫാർമക്കോളജി സബ്ജക്റ്റുകൾ കുറച്ച് കുറവായിരിക്കും, സർജിക്കൽ സബ്ജക്റ്റുകൾ കുറച്ച് കുറവായിരിക്കും. അതല്ലാതെ ഒരു ഹ്യൂമൻ ബോഡിയിലെ എല്ലാ ഫങ്ഷനെ കുറിച്ചിട്ടും എല്ലാ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും എല്ലാ അസുഖങ്ങളെ കുറിച്ചിട്ടും പഠിക്കും വേണം. അത് ഫിസിയോതെറാപ്പിയിലൂടെ എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ 4 വർഷം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാണ്ട് 4 വർഷത്തെ പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു
6 മാസത്തെ ഇന്റേൺഷിപ്പും ഫിസിയോതെറാപ്പിസ്റ്റിന് വരുന്നുണ്ട്. അപ്പോൾ മൊത്തം 4.5 വർഷം കൊണ്ട് പഠിച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇത് എന്തായാലും ഹയർ എഡ്യൂക്കേഷൻ ചെയ്യണം. കാരണം ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ MBBS BDS ഒക്കെ പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സ് അവർ MDS അല്ലെങ്കിൽ MD/MS പോലുള്ള PG പ്രോഗ്രാമിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം MBBS കഴിഞ്ഞാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ് പോലുള്ള ഒരുപാട് മേഖലയിൽ ഇവർ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇതുപോലെ സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ ആ ഒരു മേഖലയിൽ ഒരു ഡൊമൈനായിട്ടോ ആ ഒരു മേഖലയിൽ ഒരു ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലോട്ടാണ് PG ചെയ്യുമ്പോൾ, ഇതുപോലത്തെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം PG ചെയ്യുമ്പോൾ അവരെത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫിസിയോതെറാപ്പിക്കും ഉണ്ട്. അതായത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി BPT എന്ന് പറയുന്ന 4.5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് 2 വർഷത്തെ ഇതിൽ തന്നെ PG ചെയ്യാൻ പറ്റും. ഇത് MPT മാസ്റ്റേഴ്സ് ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയും. MPT തന്നെ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി, OBG ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ജീരിയാട്രിക്സ് എന്ന് പറയുന്നത് ഓൾഡർ ആയിട്ടുള്ള അഡൽട്സിനെ ട്രീറ്റ് ചെയ്യുന്നതാണ്, കമ്മ്യൂണിറ്റി ഫിസിയോതെറാപ്പി MPTയിൽ. അതുപോലെ തന്നെ MPT ഇൻ ഓങ്കോളജി ഫിസിയോതെറാപ്പി, MPT ഇൻ കാർഡിയോ പൾമിനറി സയൻസ്, ന്യൂറോ സയൻസ്, MPT ഇൻ മസ്കുലോ സ്കെലറ്റൻ സയൻസ് പോലുള്ള. MPT ഇൻ മസ്കുലോ സ്കെലറ്റൻ സയൻസ് എന്ന് പറയുമ്പോൾ ബോൺസിനെ കുറിച്ചിട്ടും ജോയിൻസിനെ കുറിച്ചിട്ടും മസിൽസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതാണ്. പീഡിയാട്രിക് എന്ന് പറയുമ്പോൾ കുട്ടികളെ കുറിച്ചിട്ട്, ജീരിയാറ്റിക്സ് എന്ന് പറയുന്നത് അഡൽട്ടിനെ കുറിച്ചിട്ട്, OBG എന്ന് പറയുന്നത് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ഗർഭിണിയായി കഴിഞ്ഞതിന് ശേഷം പ്രസവത്തിന് മുമ്പ് കൊടുക്കുന്ന എക്സസൈസുകളും പ്രസവം കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്ന എക്സസൈസുകളൊക്കെ ഉണ്ട്. ഇതേപോലെ സ്പോർട്സ് ഫിസിയോതെറാപ്പി, MPT ഇൻ സ്പോർട്സ് ഫിസിയോതെറാപ്പി, ഇതേപോലെ ഒരുപാട് മേഖലയിൽ നമുക്ക് PG ചെയ്യാൻ പറ്റും. ആ മേഖലയിൽ നമുക്ക് MBBS കഴിഞ്ഞതിന് ശേഷം എക്സ്പെഷ്യലി ഡോക്ടേഴ്സ് PG ചെയ്യുന്ന പോലെ ആ ഒരു മേഖലയിൽ നമുക്കൊരു ഡൊമൈനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഫിസിയോതെറാപ്പി കോഴ്സിലോട്ട് വരുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും 4.5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി ജോബ് മാർക്കറ്റിൽ ടാർഗറ്റ് ചെയ്ത് വരാതെ 4.5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, അതായത് നമുക്ക് ഈ PG ചെയ്യുന്നത് എക്സ്പെഷ്യലി നമ്മൾ ഈ UG അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി, അതായത് BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ ഒന്നെങ്കിൽ പീഡിയാട്രിക് ആയിക്കാരം, ചില കുട്ടികൾക്ക് ഓങ്കോളജി ആയിക്കാരം, ചില കുട്ടികൾക്ക് കമ്മ്യൂണിറ്റി ആയിരിക്കും. ഇനിയിപ്പോൾ ചില കുട്ടികൾക്ക് ഇതിലോട്ടൊന്നും വരാൻ താല്പര്യം ഉണ്ടാവില്ല. ഇവർ MBA മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത്, മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള മാനേജ്മെന്റ് ഏരിയയിലോട്ട് പോവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിഗ്രി കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് BPT പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ BPT പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും പ്ലാൻ ചെയ്യണം. കാരണം PG ഇല്ലാതെ ഇനി വരാൻ പോകുന്ന കാലത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കോറിലോട്ടോ അല്ലെങ്കിൽ ഒരു ലെവലിലോട്ടോ എത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഇനി വരാൻ പോകുന്ന കാലത്ത്. കാരണം അത്രയും കോമ്പറ്റീഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫിസിയോതെറാപ്പിയുടെ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമുക്ക് ഡയറക്റ്റ്ലി ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസും ഉണ്ട്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ്മെന്റ് ഏരിയയിലോട്ടോ അല്ലാതെ വേറെ ഏതെങ്കിലും സ്കിൽ ഓറിയന്റഡ് മേഖലയിലോട്ടോ, ഇനിയിപ്പോൾ ജനറൽ ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളുണ്ട്, പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ MSc അനാട്ടമി, MSc ഇൻ മൈക്രോബയോളജി, പാത്തോളജി പോലുള്ള ജനറൽ ആയിട്ടുള്ള MSc പ്രോഗ്രാമിലൂടെ പോയിട്ട് അവർ ലെക്ചറിങ് അല്ലെങ്കിൽ ടീച്ചിങ് മേഖലയിലോട്ട് വരുന്നതുമുണ്ട്. അതും ഇതിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഒന്നാമത്തെ കാര്യം, ഈ ഫിസിയോതെറാപ്പി ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പേരിൻ്റെ മുന്നിൽ DR എന്ന് പറയുന്ന സംഭവം, ഡോക്ടർ എന്ന് പറയുന്ന സംഭവം ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഇപ്പോൾ അത് കുറച്ച് ഡിബേറ്റബിൾ ആയിട്ടുള്ള, ചില കൺട്രീസിൽ ഡോക്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ്, ചില കൺട്രീസിൽ ഡോക്ടേഴ്സിന് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നതിൽ പോലും ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം DR എന്ന് പറയുന്ന ലേബൽ ഉപയോഗിക്കുന്ന ആളുണ്ട്. പക്ഷേ നെയിമിൻ്റെ അപ്പുറത്ത് നമുക്ക് PT, അതായത് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ BPT, MPT കഴിഞ്ഞതാണെങ്കിൽ MPT എന്ന് ബ്രാക്കറ്റിൽ ഇടണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡോക്ടർ എന്ന് പറയുന്ന ലേബലിലും ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പി DR എന്ന് ചേർക്കാന്നാണ് പറയുന്നത്. പക്ഷേ വേറെയുള്ള ഇപ്പോൾ മെഡിക്കൽ അസോസിയേഷൻ ഒന്നും ഫിസിയോതെറാപ്പിസ്റ്റിന് അവർ മരുന്നുകളും അല്ലെങ്കിൽ സർജറി കാര്യങ്ങളൊക്കെ നൽകി ചികിത്സ നടത്താത്തത് കൊണ്ട് DR എന്ന് ചേർക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അതൊരു ഡിബേറ്റബിൾ പോർഷൻ ആണ്. നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ DR എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് നമ്മുടെ പേരിൻ്റെ മുമ്പിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയിലോട്ട് പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ടും വേണ്ട കുറച്ച് സ്കിൽ സെറ്റുകളുണ്ട്. ഒന്ന് ക്ലിനിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ
സ്കില്ലുകൾ വേണം. ഫിസിയോതെറാപ്പി ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും. അതായത് ഇലക്ട്രോ തെറാപ്പിയിലൊക്കെ ഒരുപാട് ടെക്നിക്കൽ വൈബ്രേറ്റേഴ്സ് കാര്യങ്ങൾ അതുപോലത്തെ ഓരോരോ മെഷീൻസ് നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള സ്കില്ല് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈഡിൽ ജോലി ചെയ്യാനുള്ള ഒരു സ്കില്ല് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ വേണ്ട മറ്റൊരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ. അതായത് ഫിസിയോതെറാപ്പിസ്റ്റിന് പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ഓരോ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് കൗൺസിലിംഗ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് നിർബന്ധമായിട്ട് വേണം. പിന്നെ മൂന്നാമത് വരുന്നൊരു സ്കില്ലാണ് അനലിറ്റിക്കൽ ഓർ പ്രോബ്ലം സോൾവിങ് സ്കില്ല്. അതായത് ഒരു ഫിസിയോതെറാപ്പി വരുമ്പോൾ അയാളുടെ അസുഖം എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയും അയാൾക്കുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ അതിനുള്ളൊരു തിയററ്റിക്കൽ ഒരു നോളജും വേണം. അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിങ് ഒരു സ്കില്ലും കൂടി വേണം. ഇതാണ് അനലിറ്റിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്ന് പറയുന്നത്. പിന്നെ ഫിസിക്കലി സ്റ്റാമിന വേണം. ഇത് ഒരു സ്കിൽ തന്നെയാണ്. നമുക്കിപ്പോൾ ഫിസിയോതെറാപ്പി പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ഫിസിക്കൽ സ്റ്റാമിന വേണമെന്ന് പറയാം. കാരണം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിൻ്റെ പ്രായം, അവരുടെ വെയിറ്റ്, അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ പല എക്സസൈസുകളും ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് നമ്മൾ എക്സസൈസുകൾ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നിന്ന് പണിയെടുക്കേണ്ട, അതായത് ഒരു ഓഫീസ് ജോബ് പോലെ ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരു ജോബല്ല ഫിസിയോതെറാപ്പിയുടെ ജോബ്. നമ്മൾ ഓടി നടന്ന് നമ്മൾ തെറാപ്പിയൊക്കെ കൊടുത്ത് മാനുവൽ തെറാപ്പി ആണെങ്കിലും ഇലക്ട്രോ തെറാപ്പി ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും നമ്മളൊരു ഇൻവോൾവ്മെന്റ് വരുമ്പോൾ ഇത് ചെയ്യുന്ന നമുക്കും കൂടി കുറച്ച് ഫിസിക്കൽ സ്റ്റാമിന അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്ത് നിർബന്ധമായിട്ടും വേണം. പിന്നെ വേണ്ടത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റെക്കോർഡിംഗ് സ്കില്ല് വേണം. അതായത് വരുന്ന ഓരോ പേഷ്യൻസിനും അവർ ചികിത്സ നടത്തിയ ഓരോ സമയത്തും അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അത് സൂക്ഷിച്ചു വെക്കണം. അത് ഫർദർ റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപകാരപ്പെടും. അത് റെക്കോർഡിക്കലി മെഡിക്കൽ എത്തിക്സിന്റെ ഭാഗമാണത്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ വേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാനുള്ള സ്കില്ല്. കാരണം നമ്മളൊരു സംഭവത്തിലോട്ട് ഒരു ട്രീറ്റ്മെന്റിലോട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടൊന്നും ചിലപ്പോൾ ചില പേഷ്യൻസിൻ്റെ ചില പെർട്ടിക്കുലർ കണ്ടീഷൻസ് മാറണം എന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും ഒരു പ്രാക്ടീസിങ് കരിയർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്ത് അത് ലേണിംഗ് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം ഫിസിയോയിലോട്ട് വന്നാൽ മതി. ഇപ്പം ഇത്രയും സ്കില്ലാണ് ബേസിക്കലി ഒരു ഫിസിയോതെറാപ്പിക്ക് വേണ്ടത്. ഫിസിയോതെറാപ്പി പഠിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽസിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ രജിസ്റ്റേർഡ് ഫിസിയോതെറാപ്പി ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ഈ സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. സ്പെഷ്യൽ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ മൊബിലിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ആ സ്കൂളുകളിൽ നമുക്ക് ടീച്ചിങ് അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സെന്റേഴ്സിൽ വർക്ക് ചെയ്യാൻ പറ്റും. എബ്രോഡ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഫിസിയോതെറാപ്പിക്ക്. പക്ഷേ സ്കിൽ ഓറിയന്റഡ് കോഴ്സാണ്. പഠിച്ചിറങ്ങുന്ന ഇപ്പോൾ 100 ആൾക്കാർ പഠിച്ചിറങ്ങിയ 100 ആൾക്കാരും നല്ല ഫിസിയോതെറാപ്പിസ്റ്റ് ആവണമെന്നില്ല. പഠിക്കുന്ന മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സ് പോലെയല്ല ഫിസിയോതെറാപ്പി ഒരു പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്നതാണ്. ആ പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കും അത് അഡാപ്റ്റ് ചെയ്തെടുത്ത് അതിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അതിലൂടെ നമ്മുടെ അറിവും നമ്മുടെ കഴിവും വർദ്ധിച്ചെടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ളൊരു എബിലിറ്റി ഉള്ള കുട്ടികൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണത്. അപ്പോൾ ഹോസ്പിറ്റൽസിലും ക്ലിനിക്കുകളിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫിസിയോതെറാപ്പി സെന്റേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ വിദേശത്തോ സ്പെഷ്യൽ സ്കൂളുകളിലോ ഇതുപോലത്തെ പല ഏരിയാസിലും വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കേരളത്തിൽ എവിടെയാണ് ഫിസിയോതെറാപ്പി പഠിക്കാൻ പറ്റുക, കേരളത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ്? എൻട്രൻസ് എക്സാമും കാര്യങ്ങളൊന്നും നിലവിലില്ല. 2024 വരെയുള്ള ഈ വർഷം LBS വഴി തന്നെയാണ്. LBS എന്ന് പറയുന്നതാണ് ഫിസിയോതെറാപ്പി ഉൾപ്പെടെ ഒരു 15ഓളം പാരാമെഡിക്കൽ കോഴ്സിന് കേരളത്തിൽ അലോട്ട്മെന്റ് LBS ആണ് വിളിക്കുന്നത്. നിങ്ങളുടെ +2 മാത്രം മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും LBS വിളിക്കുക. +1 മാർക്ക് നോക്കൂല. അപ്പോൾ +2 അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യുക, മാർക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ LBS കണ്ടക്ട് ചെയ്യുന്ന അതൊരു ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് സ്ഥാപനമാണ്. അപ്പോൾ LBS അലോട്ട്മെന്റ് വഴി നിങ്ങൾക്ക് കേരളത്തിൽ ടോട്ടൽ 22 കോളേജിലാണ് ഫിസിയോതെറാപ്പി ഉള്ളത്. ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ബാക്കി വരുന്ന 22 പ്രൈവറ്റ് കോളേജുകളിലും ആയിട്ടാണ് ഫിസിയോതെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും ഗവൺമെന്റ് കോളേജിൽ ആകെ ടോട്ടൽ 50 സീറ്റ്സ് ആണുള്ളത്, 50 സീറ്റാണുള്ളത്. ഗവൺമെന്റിൽ കിട്ടണം
ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ്, അതായത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 99 അല്ലെങ്കിൽ 98% ആ ഒരു 2% ഒക്കെ കുറവുള്ള കുട്ടികൾക്കാണ് മാക്സിമം ഗവൺമെന്റിൽ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. പ്രൈവറ്റിലാണെങ്കിൽ പോലും ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെ പോയാലും ഒരു 285 എബോവ് മാർക്ക്, 300 ഔട്ട് ഓഫ് 300 ഇൻഡെക്സ് മാർക്ക് വരിക. അപ്പോൾ 300-ൽ 285 എബോവ് മാർക്ക്, എക്സ്പെഷ്യലി +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ 285 എബോവ് മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ പ്രൈവറ്റിൽ കിട്ടാൻ, സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. SC കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 60,000 റാങ്ക് വരെയുള്ള കുട്ടികൾ കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ സൈറ്റിൽ കയറിയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതേപോലെ 90% മാർക്കോ 85% മേലെ മാർക്കോ എങ്ങനെ പോയാലും ഒരു 88-90% അടുത്ത് മാർക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാത്രം കേരളത്തിൽ നോക്കിയാൽ മതി. ഇനി ഇത്ര മാർക്കില്ലാത്ത കുട്ടികൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് പോയി പഠിക്കുമ്പോഴും ഒരുപാട്, കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഫിസിയോതെറാപ്പി പഠിപ്പിക്കുന്ന സ്ഥാപനം എത്ര വർഷമായിട്ടുള്ള സ്ഥാപനമാണെന്ന് നോക്കണം. ചില കോളേജുകളൊക്കെ പുതിയ കോളേജിൽ പോയിട്ട് കുട്ടികൾ ചേരും. എന്നിട്ട് കുട്ടികൾ അവിടുന്ന് നിർത്തി കഴിഞ്ഞതിന് ശേഷം, ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണ്ടത്ര ഫാക്കൽറ്റീസ് ഇല്ല, ഫെസിലിറ്റീസ് ഇല്ല, ലൈബ്രറി ഇല്ല, പുസ്തകമില്ല, ടീച്ചർമാരില്ല, ഒന്നുമില്ല, അല്ലെങ്കിൽ വേണ്ട ഫെസിലിറ്റീസ് പോലും ഇല്ല, ഹോസ്പിറ്റലില്ല, ഒന്നുമില്ലാതെ പിള്ളേർ നിർത്തി പോരുന്നുണ്ട്. അപ്രൂവൽ ഇല്ലാത്ത കോളേജിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു പ്രോപ്പർ യൂണിവേഴ്സിറ്റി അപ്രൂവൽ ഉണ്ടോ നോക്കണം. ആ യൂണിവേഴ്സിറ്റി ആ കോളേജിൽ എത്ര സീറ്റാണ് ഇൻടേക്ക് കൊടുത്തിട്ടുള്ളത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ്, നിങ്ങൾ പോയി ചേരുന്ന കോളേജിന് ഒരു സ്വന്തമായിട്ട് ഫിസിയോതെറാപ്പി ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ നല്ല ഹോസ്പിറ്റൽ ഉണ്ടോ നോക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റലിലാണോ ടൈപ്പ് ഉള്ളത് നോക്കണം. അതുപോലെ തന്നെ ഇതുപോലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കണം. പിന്നെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉണ്ടോ നോക്കണം. അപ്പോൾ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഡീംഡ് യൂണിവേഴ്സിറ്റികളാണെന്നുണ്ടെങ്കിൽ പോലും അപ്രൂവൽ ഉള്ള കോളേജിൽ മാത്രം ഫിസിയോതെറാപ്പി പോയി പഠിക്കുക. പിന്നെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉണ്ടോ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഫിസിയോതെറാപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അഡ്മിഷൻ ഗൈഡൻസിന് വേണ്ടിയിട്ടും കൂടുതൽ എന്തെങ്കിലും ഏത് കോഴ്സിനെ കുറിച്ചിട്ടും +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അത് കയറിയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിൽ ആസ്ക് യുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്കുള്ള ഡൗട്ട് നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്നും വിദഗ്ധ കരിയർ കൗൺസിലേഴ്സ് നിങ്ങളെ വിളിച്ചിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം വിവിധ ഓപ്പർച്യൂണിറ്റീസ് വാട്സപ്പിലൂടെ ലഭ്യമാകാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചാനലിൻ്റെയും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും.